നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ടോ, കരിപ്പൂർ എയർപോർട്ട്. അവിടെ പോയി റൺവേ തിരിഞ്ഞ് വന്ന് പൊന്താ വരും. ഞാൻ അടുത്ത് പൊന്താനുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ വരും. അവിടെ റൺവേയിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പാറും. പൊതിലെ പോയത് വഴി അങ്ങനെ പോവാം. അപ്പോൾ അങ്ങോട്ട് തിരിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ആ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ പോകുന്നുണ്ടോ? ഫ്ലൈറ്റ് അവിടെ നിന്ന് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ടേക്കപ്പ് പോയി. അതുകൊണ്ട് അവിടെ നിന്ന് വരാനാണ് കേട്ടോ. അതാ പോലെ ടേക്കപ്പ് പോയി. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ വ്യൂ പോയിൻ്റ്. വിമാനങ്ങൾ വന്ന് ഇറങ്ങണതും വിമാനങ്ങൾ ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണതൊക്കെ ഇവിടുന്ന് ശരിക്കും കാണാൻ കഴിയുമോ. അതുകൊണ്ട് അവിടെ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് എയർപോർട്ട്. ഈ ഫസ്റ്റിൽ കാണുന്നത് റൺവേ. ഇതൊക്കെ പിന്നെ ഈ കുളമൊക്കെ ആദ്യം വിമാനത്താവളം ഉണ്ടാക്കുമ്പോഴൊക്കെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുഴിച്ചതായിരിക്കും. അതൊക്കെ ഇവിടെ കോറികൾ മാതിരി കാണുന്നത്. ഇത് ഫുള്ള് മായതൊരു വെള്ളമാണ്. അവിടെ ആളുകൾ മീനൊക്കെ ചൂണ്ടിലുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വ്യൂ പോയിൻ്റ് ആൾക്കാർ കാണുന്നേ, എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ പോകുന്നവங்க കാണാൻ വരുന്നവർ ഇവിടെ അടുത്ത് വന്നാൽ മതി. എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ, ബാക്ക് സൈഡിലാണ്. കൊണ്ടോട്ടിക്ക് വരുന്നതിന് മുമ്പായിട്ട് കുന്നുമറ റോഡുണ്ട്, അതിന് വന്നിട്ട് അവിടെ ആളുകൾ ചോദിച്ചാൽ മതി. ഇവിടെ അടുത്തൊരു കോളേജൊക്കെ ഉണ്ട്, EMA കോളേജൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള റോഡിൽ ഒരു പോക്കറ്റ് റോഡുണ്ട്, ഡയറക്റ്റ് റോഡ്. ഇതാണ് റോഡ്. ഇതിലെങ്ങനെ വന്നാൽ മതി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല രസമാണ്. കുട്ടികൾക്കായിട്ട് വന്നാൽ ഫ്ലൈനുകൾ വരുന്നതും പോകുന്നതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. ഞങ്ങൾ സമയം വന്നത് രാവിലെ 11 മണിക്കാണ്. 11 മണിക്ക് വന്നപ്പോൾ ഫ്ലൈറ്റുകളൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോൾ ആദ്യം 2 ഫ്ലൈറ്റ് വന്ന് പൊന്തിപ്പോയി. ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഒരു ഇൻഡിഗോ ഫ്ലൈറ്റും. പിന്നെ അടുത്ത ഫ്ലൈറ്റിന് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കണം. അപ്പോൾ ഇവിടെ എയർപോർട്ടിലൊരു ഫ്ലൈറ്റും കാണുന്നില്ല. മഴയുണ്ട്, ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്. മഴ നല്ല രസമാണ് ഇവിടെ വന്നു എന്നാൽ. പ്ലെയിനിങ്ങനെ പൊന്തലും ഇറങ്ങണൊക്കെ കാണാൻ കഴിയും. കരിപ്പൂർ എയർപോർട്ടിന് ബാക്ക് സൈഡ് അത്. ഇവിടെ അടുത്ത് വന്നുകാണ്ട് റൺവേൻ്റെ അടുത്ത് നമുക്ക് ചെരുന്ന് ചെന്നുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങാൻ കാണാൻ കഴിയും. അപ്പോൾ അതിക്ക് പോകാനുള്ള വഴിയാണത്. ഈ വഴിക്കൂടാണ് തല്ലേ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൽ വന്നുകൊണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അതിലെങ്ങനെ പോയൊക്കെ. ഇവിടെ മീൻ ചൂണ്ടിടുന്ന 2 ആൾക്കാരുണ്ട്.
നമ്മളെ എയർപോർട്ട്. പിന്നെ ഇതിനടുത്തുള്ള ഒരു പറമ്പിൽ മീൻ ചൂണ്ടിടുന്നുണ്ട്. എന്താ കിട്ടിന് പോയേക്കാം. കിട്ടിയ സാധനം ഇവിടെ നോക്കട്ടെ, നോക്കാൻ പറ്റുമോ? ഒക്കെ പരലാണ്, ഒക്കെ ചെറിയതാണ്. ഒരു വലുതുണ്ടല്ലോ. ഇത് കോറിയും പണ്ടത് ഇതാണ് ബംഗോളം. ബംഗോളം. ആ, ഇത് എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തായിരിക്കും ഇവിടുന്ന്. ആ, വലിയ മഴ പോവില്ല. നമ്മൾ എയർപോർട്ടിന് ബാക്കിലുള്ള വ്യൂ ഓട്ടത്തിൽ ഞാൻ ഈ പാടത്തോടെ ഇങ്ങനെ പോവുക. ഇവിടെ വെള്ളം കോറി പണ്ട് എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി മണ്ണെടുത്ത സ്ഥലം ഇവിടെയൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഇവിടെ കുഴി. ചിലപ്പോൾ നല്ല മീൻ ഉണ്ടാവും. ഇവിടെ പിന്നെ പൂളക്കൃഷിയുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ പോലെ നമ്മൾ എയർപോർട്ട് വ്യൂ. ഇപ്പോൾ പ്ലെയിനൊക്കെ വന്ന് ഇറങ്ങി അടുത്തിരുന്ന് കാണാൻ ഇവിടെയാണ്. ഞങ്ങൾ ആദ്യം അവിടെ ആയിരുന്നു, ആ സൈഡിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. മഴ ആയതുകൊണ്ട് ചളിപൊളിയാണ്, നോക്കി നടക്കണം. എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഉള്ളിൽ കൂടെ, കാറ്റിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകാണ്. ബുദ്ധിമുട്ടാണോ നമുക്ക്? ഇതൊക്കെ രസമല്ലേ? ഇതൊക്കെ രസമാണ് മഴക്കാലത്ത് ഇങ്ങനെ ഓരോ ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ പോകണ നല്ല രസമാണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ വ്യൂ കാണാനുള്ള മല വന്ന് കയറിക്കാണ്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു കോറി, ഇവിടെ ഇങ്ങനെ റൺവേ. ഈ ഭാഗത്താണ് ഫ്ലൈറ്റ് പോകുന്നത്. ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ. ഇതാണ് അറ്റത്താണ് ഫ്ലൈറ്റ് ചവിട്ടിയിൽ കിട്ടാൻ അവിടെ പോകുന്നത്. അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് എയർപോർട്ട്. അപ്പോൾ 2 ഫ്ലൈറ്റ് അവിടെ ഉണ്ട്, നിർത്തിയിട്ടുണ്ട്. അതാണ് ഫ്ലൈറ്റ്. 2 പൊന്താളായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പോകും, ടേക്ക് ഓഫ് ഉണ്ടാവും. മേഘം നല്ല മൂടിക്കണം, നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. മഴ പെയ്യാൻ നിൽക്കുക അങ്ങനെയാണ്. നമ്മൾ അടുത്ത വിമാനം ടേക്ക് ഓഫ്. എയർ ഇന്ത്യ എക്സ്പ്രസ്. ആ പോകുന്നു.
വലിയ കാര്യമായി എന്നോട് വിളിച്ചത്. അടിച്ചാപ്പൊളി മയറുണ്ട്. അവിടെ ഇറങ്ങാനുള്ള റെഡി കേട്ടോ. അവിടെ തിരിക്കാനുള്ള റെഡിയാ. ഇവിടെ വേണം കൊടുക്കുക. ഫ്ലൈറ്റ് വന്ന് പക്ഷേ അവിടെ തിരിച്ചു കണ്ടോ. ഹെവി ഡ്രൈവർ അങ്ങനെ വരാതെ അടുത്തിട്ട് പുതിയ ഞങ്ങളിവിടെ രാവിലെ വന്ന് നിന്നത്. കുറേ ഫ്ലൈറ്റ് കണ്ടു ടേക്ക് ഓഫും. കുറേ ഒന്നുമല്ല, 2-3 ഫ്ലൈറ്റ് കണ്ടു ടേക്ക് ഓഫും പിന്നെ ലാൻഡിങ്ങൊക്കെ. ഈ പോണി അടക്കാറ്റിയതാ. ഒമാൻ എയർവേസ് ടേക്ക് ഓഫ് ആയാലും ശരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കെടുത്ത് കൊണ്ട് റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ലാൻഡിങ് കൂടെ കണ്ടിരുന്നു. ടേക്ക് ഓഫ് കൂടെ കണ്ടു പോകാനുള്ളത്. നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ബാക്കിലുള്ള സൈഡൊക്കെ ഇത് ഇതിലെങ്ങനെ വരണം. അവിടെ ഇറങ്ങിയിട്ട് ആ കുന്ന് കാണുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മതിൽ കെട്ടില്ല ആ സൈഡിൽ കൂടെ ഇങ്ങനെ വരണം. ഇതിലെങ്ങനെ വരണം. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴക്കാലത്തൊക്കെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കുറിച്ച് കയറണം. അതിൽ വരുന്നവർക്കല്ല ശ്രദ്ധിക്കുക. രണ്ട് സൈഡും കുയ്യാട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ കോറിന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട്. ഒമാൻ്റെ നമുക്ക് ടേക്ക് ഓഫ് ഒന്ന് കാണാം. സൂം ചെയ്ത് കാണിച്ചു. അതിൻ്റെ അടുത്ത് ഇൻഡിഗോ ഉണ്ട്, ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്. ഒമാൻ എയർവേസ് ബാക്കിലാണ്. അങ്ങനെ ഒമാൻ എയർവേസ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തിരിക്കാൻ പോവാണ്. അവിടെ പോയി തിരിച്ച് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സ്പീഡിൽ ഇവിടുന്ന് പോകുന്നു. അപ്പം കുറച്ച് കമ്മിയായി. പതുക്കെ അങ്ങനെ പോയി ആ തലക്കെ പോയി തിരിച്ചങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒമാൻ എയർവേസ്. അത് അവിടെ നിന്ന് തലക്കൊന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട്. കാണാൻ വിചാരിക്കുന്നത് ആ വരുന്നത് ലോ സ്പീഡിൽ അവിടെ നിന്ന് പോകുന്നു. ആ വരുന്നത് അതാ പൊന്തി അതിനെ വിട്ടുപോയി. കാണില്ല പോയി. അപ്പോൾ ഞങ്ങൾ ഇനിവിടെ കാത്തിക്കണില്ല. ഫ്ലൈറ്റ് 3 ഇഞ്ഞ് പൊന്തുണ്ട്. അതൊന്ന് ചെറുതുമ്പോളെ പൊന്താണ്ട് അത് പോട്ടെ. മഴ വരുന്നുണ്ട്, നല്ല മഴ. രാവിലെ വന്നതാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ എയർപോർട്ടിലേക്ക് ഇതിങ്ങനെ പൊന്തുന്നത് ഇറങ്ങുന്നത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം. കുറച്ചുമ്പോൾ അർത്ഥം കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാം. റിസ്ക് എടുത്ത് വരേണ്ടി വരും. ഇതൊക്കെ കയറി ഇങ്ങനെ വരേണ്ടി വരും. രണ്ട് കുണ്ടൊക്കെ ഉണ്ട്. അപ്പുറം സൈഡൊക്കെ കുണ്ടാണ്. വരുന്നവരൊക്കെ അല്ല സൂക്ഷിക്കത്താണ് റണ്ട്. അപ്പോൾ ഓക്കെ.